പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നേ ദിനം നിങ്ങളെല്ലാവരെയും ഈ പരിശുദ്ധ കുർബാനയുടെ ഈ ദിവ്യകാരുണ്യ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും നിങ്ങളുടെ സങ്കടങ്ങളെയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും എല്ലാം ഈ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുക. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലിരുന്ന് ഏത് സമയമാണെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ കോഴിക്കോട് ദൈവമാത കത്തീഡ്രൽ ദേവാലയത്തിലെ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കർത്താവ് ഈശോ ഈ പ്രാർത്ഥനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു പുതിയ ബലം നൽകാനും ഒരു ആത്മവിശ്വാസം തരാനും ഒരു ധൈര്യം തരുവാനുമാണ്. നിങ്ങൾ ഈ പ്രാർത്ഥന വളരെയധികം ആത്മാർത്ഥതയോടെ ഇത് ശ്രദ്ധിക്കുമ്പോൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ, ഇത് മറ്റുള്ളവരും ഈ പ്രാർത്ഥന കേൾക്കാൻ ആഗ്രഹിച്ച് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ ഇന്ന് പ്രത്യേകം അനുഗ്രഹിക്കുന്നു എന്ന വലിയ സന്തോഷത്തിൻ്റെ ആ ഒരു സന്ദേശമാണ് എനിക്ക് ലഭിക്കുന്നത്. ഇന്നേ ദിനം കർത്താവ് നിങ്ങളുടെ കുരുക്കുകൾ, നിങ്ങളുടെ തടസ്സങ്ങൾ, നിങ്ങളുടെ ബന്ധനങ്ങൾ, നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ, വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ, ദിവ്യകാരുണ്യ ഈശോനെ നോക്കുമ്പോൾ ഉറപ്പായി ഇന്ന് നിങ്ങളുടെ കുരുക്കുകൾ, നിങ്ങളുടെ ബന്ധനങ്ങൾ, തടസ്സങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വഴി തെറ്റിപ്പോയാലും, പാപത്തിൽ വീണുപോയാലും, കോപത്തിലായാലും, മാറണം നന്നാകണം എന്ന് ആഗ്രഹിച്ചിട്ടും അത് ആകാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടാലും ഇന്ന് കർത്താവ് വളരെയധികം സ്നേഹത്തോടെ നിങ്ങളെ നോക്കുന്നതായിട്ടാണ് എനിക്ക് ഫീല് ചെയ്യുന്നത്. കർത്താവിൻ്റെ വലിയ അഭിഷേകം ഇന്നേ ദിനം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ അർപ്പിക്കുന്ന കുർബാനയിൽ, എൻ്റെ പ്രാർത്ഥനകളിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ കണ്ണുനീരും അവരുടെ തടസ്സങ്ങളും അവരുടെ വേദനകളും അവരുടെ നിരന്തരമുള്ള ബന്ധനങ്ങളും വിട്ടുമാറാത്ത രോഗങ്ങളും ഞാൻ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അനവധിയായ സൗഖ്യം കർത്താവ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഒരു മകൻ വന്ന് സാക്ഷ്യം പറഞ്ഞത്, ഏകദേശം ഒരു 6 മാസമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശരീരം ചൊറിഞ്ഞ് തടിക്കുന്ന അവസ്ഥയാണ്. അദ്ദേഹം പറയാണ്, അച്ഛാ, എൻ്റെ ഭാര്യയുടെ ശരീരം ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുമ്പോൾ കൈകൊണ്ട് മാന്തിയാൽ അത് മാറില്ല. ആയതിനാൽ ചീപ്പ് കൊണ്ടാണ് അവളുടെ ശരീരത്തെ മാന്തുന്നത്, ചൊറിച്ചിൽ മാറ്റാനായി. അപ്പം ഇതൊരു വല്ലാത്ത അലർജി രോഗമാണ്, ഇത് വല്ലാത്ത പൈശാചിക പീഡയാണ്. അങ്ങനെ ഗബ്രിയേൽ ആമോറ്റച്ചൻ പറയുന്നുണ്ട്, ഇത്തരത്തിലെ രോഗങ്ങൾ പൈശാചിക പീഡ കൂടിയാണെന്ന്. ആയതിനാൽ ഇപ്പം ആ സഹോദരൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകും, അവർ എന്തെങ്കിലും മരുന്ന് കൊടുക്കും, ഒരു 2-3 ദിവസം യാതൊരു കുറവും ഉണ്ടാവില്ല. എന്നാൽ പിന്നീട് വീണ്ടും ശരീരം ചൊറിഞ്ഞു തടിക്കുകയും വിട്ടുമാറാത്ത ചൊറിച്ചിൽ, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇത് വീടിനെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ആ മകൻ സാക്ഷ്യപ്പെടുത്തി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന വിശ്വാസത്തോടെ രാവിലെയും വൈകുന്നേരവും കേൾക്കാൻ ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇപ്പോൾ 1 മാസത്തിലധികമായി, പണ്ട്
ഒരു മരുന്ന് കഴിക്കുമ്പോൾ ഒരു 3 ദിവസം മാത്രം മാറി നിന്നിരുന്ന ഈ രോഗം, എന്നാൽ ഇപ്പോഴ് ഈ വചനം കേട്ട് ഈ ഡെലിവറൻസ് ആഗ്രഹിച്ച നിമിഷം മുതൽ ആ പീഡ വിട്ടുമാറി എന്ന് സാക്ഷ്യപ്പെടുത്തി. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സകലവിധ പൈശാചിക പീഡകളെയും ദൈവാനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുന്ന എല്ലാ ഒബ്സ്റ്റക്കിൾസിനെയും, എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരുപാട് മക്കളുണ്ട്. അവരുടെ ബഹുഭൂരിപക്ഷം നേരിടുന്നത് വലിയ സാമ്പത്തിക കുരുക്ക, കടബാധ്യതകളാണ്. കുടുംബങ്ങളിൽ നിന്ന് സഹനവും ക്ലേശങ്ങളും വിട്ടുമാറുന്നില്ല. അവരെ ഉയരാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തിട്ടും തകർച്ചയാ. ബിസിനസ് തകർന്ന് അതിനിടയിൽ ബിസിനസ് തകർക്കാനുള്ള കൂടോത്രക്കാരും ആഭിചാരക്കാരും അങ്ങനെ പലവിധ ബന്ധനങ്ങളാ. എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്ന ഒരുപാട് മക്കള് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കായി വന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം കേൾക്കുന്ന സാമ്പത്തിക മേഖലയിൽ നിരന്തരമായ പ്രയാസങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളും കുരുക്കുകളും, അതോടൊപ്പം തന്നെ പാർട്ട്ണർമാരുടെ അടുത്ത് നിന്ന് വരുന്ന വിചാരിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ, ബന്ധനങ്ങൾ അങ്ങനെ നേരിടുന്നവര്, ആ പ്രശ്നങ്ങൾ നേരിടുന്ന അനേകം പേര് ഇന്നലെ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ആ മേഖലകളിലേക്കെല്ലാം കർത്താവിൻ്റെ ശക്തി, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി, ഡെയിലി ഡെലിവറൻസിൻ്റെ ശക്തി നിങ്ങളുടെ തൊഴിൽ മേഖലകളിലേക്ക്, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിലേക്ക്, നിങ്ങളുടെ കടകളിലേക്ക്, നിങ്ങളുടെ ചായക്കടകളിലേക്ക്, റെസ്റ്റോറൻറ്റുകളിലേക്കും, നിങ്ങൾ വിദേശങ്ങളിലേക്ക് തുടങ്ങിയിരിക്കുന്ന നിങ്ങളുടെ സംരംഭങ്ങളിലേക്കും അതിനെ തടസ്സപ്പെടുത്താൻ, അതിനെ നശിപ്പിക്കാൻ ഒരു അസൂയയോ ഒരു കണ്ണ് വയ്ക്കലോ ഒരു ആഭിചാരമോ ഒരു കൂടോത്രമോ ഒരു ഒളിഞ്ഞിരിക്കുന്ന ശത്രുവോ പ്രബലപ്പെടാനായിട്ട് പാടില്ല. കാരണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ദിവ്യകാരുണ്യത്തിൻ്റെ സംരക്ഷണയില്ല. കർത്താവിൻ്റെ തിരിച്ചോരയുടെ കോട്ട നിങ്ങളുടെ തൊഴിൽ മേഖലകൾക്കും ജീവിത സാഹചര്യങ്ങളിലേക്ക്, സാമ്പത്തിക മേഖലയിലേക്ക് കടന്നു വരിക. അതുപോലെ തന്നെ മക്കളുടെ പഠനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ, ഒരപ്പൻ എന്നെ കരങ്ങളിൽ പിടിച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ്, അച്ഛാ, എൻ്റെ മകൾക്ക് തെറ്റായ ബന്ധമുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കാത്ത ബന്ധമാണ്, അവിടെ വിശ്വാസം നഷ്ടപ്പെടുത്തും, അവിടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോവും, ഇത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതേപോലെ എത്രയോ കുടുംബങ്ങളാണ് അവരുടെ മക്കള് കുടുംബം ആഗ്രഹിക്കാത്ത, വിശ്വാസത്തിന് നിരക്കാത്ത, അവരുടെ ആത്മാവിന് നഷ്ടപ്പെടുന്ന, അവരുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുന്ന എത്രയോ കുരുക്കുകളിൽ മക്കള് പോയി പെട്ടുപോയിട്ടുണ്ട്. കർത്താവേ, അവരുടെ ആ മേഖലകളിലേക്ക് ഇന്ന് നീ ഇടപെടണം. മാതാപിതാക്കളുടെ കണ്ണുനീര് നീ കാണണം, ഒപ്പിയെടുക്കണം. നനച്ചിരിക്കാത്ത സമയത്ത് പല വീടുകളിലേക്ക് കടന്നു വരുന്ന കലഹത്തിന്റെ, വിഭജനത്തിന്റെ, വെറുപ്പിന്റെ, കോപത്തിന്റെ, നിരാശയുടെ, ആത്മഹത്യയുടെ എല്ലാ ദുരാത്മാക്കളെയും ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന കേൾക്കുന്ന, ഈ വചനം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് പൂർണ്ണമായി ഇന്ന് വിട്ടുമാറട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ വെളിപാട്, ഒരു പുതിയ ദൈവസ്നേഹം നിങ്ങളിൽ എല്ലാവരും വന്ന് നിറയട്ടെ. അതൊരു സംരക്ഷണമായി, അതൊരു അഭിഷേകമായി, അതൊരു ഐശ്വര്യമായി, അതൊരു ഉയർച്ചയായി നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെ മേൽ കർത്താവ് കടന്നു വരട്ടെ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം സങ്കീർത്തനത്തിന്റെ പുസ്തകം, സങ്കീർത്തനം 139 1, 2, 3. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണുകള്, കർത്താവിൻ്റെ ഇച്ഛാശക്തി അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. കാരണം കർത്താവ് നിന്നെ പരിശോധിച്ചിരിക്കുന്നു. നിന്റെ ആത്മാവിൻ്റെ സ്ഥിതി, നിന്റെ പ്രാർത്ഥനയുടെ സ്ഥിതി, നിന്റെ വിശ്വാസത്തിൻ്റെ സ്ഥിതി, ദൈവമായിട്ടുള്ള നിന്റെ ബന്ധത്തിൻ്റെ സ്ഥിതി കർത്താവ് പരിശോധിച്ചിരിക്കുന്നു.
വീണ്ടും സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്നറിയുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ജീവിതത്തില് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന വലിയൊരു തിരിച്ചറിവ് ഇന്ന് നിനക്ക് ഈ വചനാഭിഷേകത്തിലൂടെ ലഭിക്കട്ടെ. എൻ്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിക്കുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങയ്ക്ക് നന്നായി അറിയാം. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു തുറന്ന പുസ്തകം. ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുൻപിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇരുട്ടിലായിരിക്കാൻ പറ്റും, ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകന്ന് നടക്കാൻ സാധിക്കും. എങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിവലയത്തിനുള്ളിലാണ് നാം എന്ന തിരിച്ചറിവ് നമുക്കിന്ന് ലഭിക്കട്ടെ. ഈ വചനത്തോടെ ഡെലിവറൻസിന്റെ പ്രാർത്ഥന നമുക്ക് പങ്കെടുക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് സ്തുതിച്ചാലോ? എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, അത്ഭുതങ്ങളുടെ ആത്മാവേ, ലോകം മുഴുവനിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേല് ദൈവത്തിന്റെ ആത്മാവ്, പോസിറ്റീവ് എനർജി, കർത്താവിന്റെ ശക്തി, സ്വർഗത്തിന്റെ ശക്തി എല്ലാവരുടെ മേൽ ആവസിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശുമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും അവിടെ ശക്തിയാലും എൻ്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവജനത്തെ ചതിക്കുന്ന, ഈ ദൈവജനത്തെ കുരുക്കുന്ന, ഈ വചനം കേൾക്കുന്നവരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളോടും പൈശാചിക ശക്തികളോടും ഞാൻ കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരിക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ഈ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും തകർച്ചകളുണ്ടാക്കുന്ന സ്വാധീനങ്ങളെ, ശക്തികളെ, കൊടുഉത്തരങ്ങളെ, മന്ത്രവാദങ്ങളെ, കൈവശങ്ങളെ, സർപ്പദോഷങ്ങളെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാണ് നിങ്ങളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ ദൈവമക്കളിൽ നിന്ന്, അവരുടെ തൊഴിൽ മേഖലകളിൽ നിന്ന്, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന്, അവരുടെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ രോഗസൗഖ്യം, അത്ഭുതകരമായ ദൈവിക ഇടപെടൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ചൊവ്വാഴ്ച കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക്, ദൈവമാത കത്തീഡ്രൽ പള്ളിയിലേക്ക്, ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള ഈ വലിയ പള്ളിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുക. രാവിലെ മുതൽ തന്നെ ഇവിടെ കുമ്പസാരിക്കാനും കൗൺസിലിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ദിവസം മുഴുവൻ ഈ ദേവാലയത്തിൽ ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനും നല്ല കുമ്പസാരം നടത്താനും വിശുദ്ധ വാരമാണ്, വലിയ ആഴ്ചയാണ്. ഒരു ചൊവ്വാഴ്ച ദിവസം ദൈവമാതാവിൻ്റെ പള്ളിയിൽ വന്ന് യേശുവിൻ്റെ മുമ്പിൽ ആയിരിക്കാനും കുമ്പസാരിക്കാനും കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനും വൈകുന്നേരം 5 മണിക്ക് ജപമാലയിലും 5:30 മണിക്ക് വിശുദ്ധ കുർബാനയിലും 6 മണി മുതൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡെലിവറൻസിന്റെ രോഗശാന്തിയുടെ പ്രാർത്ഥനയിലും തുടർന്ന് നടക്കുന്ന വിശുദ്ധ അന്തോനീസിന്റെ അത്ഭുത നവേനയിലും, പ്രത്യേകിച്ച് അത്ഭുത തിരുശേഷിപ്പ് വിശുദ്ധ അന്തോനീസിന്റെ പാതുവായിൽ നിന്ന് കൊണ്ടുവന്ന ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന അത്ഭുത തിരുശേഷിപ്പ് വിശുദ്ധ അന്തോനീസിന്റെ ആ വണക്കത്തിലും പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരികെ പ്രാർത്ഥന കഴിയുമ്പോൾ രാത്രി 8:30 മണിക്ക്
നേർച്ചക്കഞ്ഞി കുടിച്ച് ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി ആക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നതാണ്. ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് മുൻകൂട്ടി ഇതിൽ കാണുന്ന നമ്പറിൽ അറിയിച്ച താമസിക്കാനുള്ള സൗകര്യം അടുത്ത ധ്യാന കേന്ദ്രത്തിൽ ഏർപ്പെടുത്തുന്നതാണ്. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.